Hi, dears. Today we are going to discuss the poem Emigrants by Kamau Brathwaite. This poem is about the discovery of America by Columbus. It is written in the point of view of Native American Red Indians. എഡ്വാർഡ് കാമോ ബ്രത്ത്വെയ്റ്റിൻ്റെ ദ എമിഗ്രൻസ് എന്ന ഈ പോയം ഡീൽ ചെയ്യുന്നത് കൊളംബസിൻ്റെ ഡിസ്കവറീസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കൊളംബസ് എന്നത് ഒരു യൂറോപ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് ഗ്രേറ്റ് ഡിസ്കവറീസ് നടത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ കണ്ടുപിടിച്ച അദ്ദേഹത്തിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും അയാളുടെ ആ ഒരു കണ്ണിലൂടെയാണ് ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പോയി, അദ്ദേഹം കണ്ടുപിടിച്ചു, അവിടെ ക്യാപ്ചർ ചെയ്തു. അദ്ദേഹത്തിനെ ഒരു ഹീറോ ആയിട്ടാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പോയത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലല്ലാതെ അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു കൺട്രിയിലെ നേറ്റീവായിട്ടുള്ള ആളുകളുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ ഒരു പോയം പറയുന്നത്. നമ്മൾ സാധാരണ കൊളംബസ് വലിയൊരു ഡിസ്കവററാണെന്നോ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പുകഴ്ത്താറുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ലാതെ അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഡിസ്കവർ ചെയ്യുന്ന ആ ഒരു കൺട്രിയിലെ നേറ്റീവ്സ് അദ്ദേഹത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ആ യൂറോപ്യൻസ് ആ ഒരു കൺട്രിയിൽ വന്നിറങ്ങുമ്പോൾ, അവരുടെ രാജ്യം പിടിച്ചെടുക്കുമ്പോൾ അവിടുത്തെ നേറ്റീവ്സിന് എന്തൊക്കെയാണ് തോന്നുന്നത്, ആ കാര്യങ്ങളാണ് ഈ ഒരു പോയറ്റ് പറയുന്നത്. This poem is an interesting depiction of colonization from the point of view of colonized. Here, an unnamed narrator explains the story of how the colonizer, here Columbus, arrived and invaded his land. When colonizers celebrated their victorious invasion ecstatically, the colonized gradually falls into fear and submission. ഈ പോയത്തിൽ പോയറ്റ് കൊളണൈസേഷൻ്റെ വളരെ മോശമായിട്ടുള്ളൊരു വശമാണ് കാണിച്ചു തരുന്നത്. കൊളണൈസേഷൻ ഇവിടെ എന്ന് പറഞ്ഞാൽ കൊളംബസ് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വന്ന് ഒരുപാട് യാത്ര ചെയ്ത് ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. സോ ആ കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതും ആ കറേജസ് ആയിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റീനെ നമ്മളെല്ലാവരും പുകഴ്ത്തുമ്പോൾ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഒരു പുതിയ സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ ആ സ്ഥലം കോൺക്യൂർ ചെയ്ത് അവിടുത്തെ റിസോഴ്സസൊക്കെ ഇവർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്, അവിടുത്തെ ആൾക്കാരെ ഒരുപാട് ഉപദ്രവിച്ചിട്ട്. സോ അത് ആ ഒരു നേറ്റീവിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടുത്തെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ ഒരുപാട് ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവരൊന്നും അല്ലാതെ ആക്കിയിട്ട് ഇവരെ അവരുടെ അടിമകളാക്കി തീർക്കുമ്പോൾ അവരെത്രമാത്രം അനുഭവിച്ചു, എത്രമാത്രം സഫർ ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. Okay, let's start the poem. Columbus from his afterdeck watched the stars absorbed in water, melt in liquid amber drifting. Columbus from his afterdeck. Afterdeck means the open area of a ship. So Columbus is in his ship and he watched stars. So it is night and Columbus has watched stars, because in old days they used stars for navigation. They used stars for understanding the correct direction, which is the stars are absorbed in water. That means we can see the reflection of stars in the seawater, and it seems like the stars are melted in the liquid amber drift. The liquid amber drift means the golden color waves in the sea. So Columbus from his afterdeck watched the stars which are absorbed in water and melted in liquid amber drifting. In old days, people used stars for navigation. Here, Columbus from the afterdeck observed the stars for navigation. The stars are reflected in the sea and it created a liquid amber in the waves.
ഒരു അൺനെയിംഡ് ആയിട്ടുള്ള നരേറ്ററിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഈ നരേറ്ററിനെ നമുക്ക് ഒരു നേറ്റീവ് അമേരിക്കനായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു അൺനെയിംഡ് നരേറ്ററിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്ന കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. സോ ഈ നരേറ്റർ നമുക്കൊരു നേറ്റീവ് അമേരിക്കനായിട്ട് കൺസിഡർ ചെയ്യാം. പോയം തുടങ്ങുമ്പോൾ കൊളംബസ് അദ്ദേഹത്തിൻ്റെ ഷിപ്പിൽ നിൽക്കുകയാണ്. ആഫ്റ്റർ ഡെക്ക് മീൻസ് ഷിപ്പിലെ ആ ഒരു തുറന്നിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തെയാണ് ആഫ്റ്റർ ഡെക്ക് എന്ന് പറയുന്നത്. സോ കൊളംബസ് അദ്ദേഹത്തിൻ്റെ ഷിപ്പിൽ ആ ഒരു ഫ്രണ്ട് ഏരിയയിലായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഹീ ഈസ് വാച്ചിങ് ദ സ്റ്റാർസ്. അദ്ദേഹം സ്റ്റാർസിനെ വാച്ച് ചെയ്യുകയാണ്. സോ പണ്ട് കാലത്തൊക്കെ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർസിനെയാണ് നോക്കിയിരുന്നത്. സ്റ്റാർസിൻ്റെ ഓരോരോ അവരുടെ പ്ലേസ് എവിടെയാണ് അതിനനുസരിച്ചിട്ടാണ് അവർ ദിശ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ അതുപോലെ തന്നെ കൊളംബസ് നോക്കി വരികയാണ്, ദിശ നോക്കിയിട്ട് ഏതോ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹീ ഈസ് വാച്ചിങ് ദ സ്റ്റാർസ്. ആൻഡ് സ്റ്റാർസ് എങ്ങനെയാണ്, വിച്ച് ഇസ് അബ്സോർബ്ഡ് ഇൻ വാട്ടർ. വാട്ടറിൽ അബ്സോർബ്ഡ് ചെയ്താണ്, വാട്ടറിൽ മുങ്ങി നിൽക്കുന്നതാണ് ആ ഒരു നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ ഒരു രാത്രിയിൽ അത്രയും തിളക്കമുള്ള നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ ആ ഒരു സീ വാട്ടറിലും കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ ആ സ്റ്റാർസ് ആർ മെൽറ്റ് ഇൻ ലിക്വിഡ് ആംബർ ഡ്രിഫ്റ്റ്. സ്റ്റാർസ് ലിക്വിഡ് ആംബർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് ആംബർ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ആണ്. സ്റ്റാർസിൻ്റെ പോലെയുള്ള ആ ഒരു ഓറഞ്ച് കളറിൽ ലീഫുള്ള ട്രീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓട്ട സീസണിലൊക്കെ ഇല പൊഴിക്കുന്ന ആ ഒരു മരത്തിനെയാണ് ലിക്വിഡ് ആംബർ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറിലുള്ള വേവ്സ് ആണ്. രാത്രിയിൽ ആ നിലാവിൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ വെളിച്ചം കാരണം വേവ്സിൻ്റെ കളറും ഗോൾഡൻ കളറായിരിക്കുന്നു. ആ ഗോൾഡൻ കളറിൽ സോ നരേറ്റർക്ക് ആ നക്ഷത്രങ്ങൾ ആ വേവ്സിൽ മെൽറ്റായതുപോലെ തോന്നുകയാണ്. അപ്പോൾ ഇവിടെ കൊളംബസ് അദ്ദേഹത്തിൻ്റെ ഷിപ്പിൽ നിന്നുകൊണ്ട് സ്റ്റാർസിനെ വാച്ച് ചെയ്യുകയാണ്. രാത്രിയാണ്, സ്റ്റാർസ് വളരെ ബ്രൈറ്റായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സീയിൽ ഉള്ള വെള്ളത്തിൽ നമുക്ക് സ്റ്റാർസിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അത്രയും തിളക്കമുള്ളത് കൊണ്ട് തന്നെ ആ തിരമാലകൾക്കൊക്കെ ഗോൾഡൻ കളറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നക്ഷത്രങ്ങൾ ആ തിരമാലയിൽ മെൽറ്റായതുപോലെയാണ് തോന്നുന്നത്. Through my summer air, now with morning shadows, lifting beaches stretch before him, cold and clear. Here, to reference my summer air means that the air now Columbus breathing is belong to the natives. The repeated usage of the possessive terms my and ours carries his strong sense of pride and possession for their land and culture. The morning lifted the shadow of darkness before him, and through the warm breeze of America, Columbus got a cold, clear view of his future. ഫസ്റ്റ് സ്റ്റാൻസയിൽ രാത്രിയായിരുന്നു, രാത്രി കൊളംബസ് യാത്ര ചെയ്യുകയായിരുന്നു. സെക്കൻഡ് സ്റ്റാൻസയിൽ എത്തിയപ്പോൾ രാവിലെയായി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ കാണാൻ പറ്റും മൈ സമ്മർ എയർ എന്നാണ് ഇവിടെ നരേറ്റർ പറയുന്നത്. സോ കൊളംബസ് ശ്വസിക്കുന്ന ആ ഒരു എയർ പോലും, ആ ഒരു ശ്വാസം പോലും ഇവരുടേതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കൊളംബസ് നിൽക്കുന്നത് ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ സ്ഥലത്താണ്, അവരുടെ ലാൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊളംബസ് ഇപ്പോൾ ശ്വസിക്കുന്ന പ്രാണവായു പോലും അവരുടേതാണ് എന്നാണ് ആ ഒരു റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൈ സമ്മർ എയർ എന്നതുകൊണ്ട്. Here, the narrator says that as the morning lifted the shadows of darkness, Columbus got a cold, clear view of the land. സോ രാത്രി മാറി രാവിലെ ആയതോടുകൂടെ കൊളംബസിന് താൻ എത്തിച്ചേർന്ന ആ ഒരു പുതിയ സ്ഥലം അത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചു എന്നാണ് പോയറ്റ് പറയുന്നത്. പ്രഭാതം രാത്രിയുടെ ഇരുട്ടിനെ പൂർണ്ണമായി മാറ്റിയപ്പോൾ കൊളംബസിന് താൻ എത്തിച്ചേർന്ന ആ ഒരു പുതിയ ലോകം, ആ ഒരു പുതിയ ലാൻഡ് വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ആ പുതിയ തീരത്തെ കാറ്റ് അദ്ദേഹത്തെ തഴുകുമ്പോൾ കൊളംബസ് തൻ്റെ ഷിപ്പിൽ നിന്നുകൊണ്ട് ആ പ്രദേശം ക്ലിയറായി കാണുന്നുണ്ടായിരുന്നു. ബേർഡ് സർക്കിൾ ഫ്ലാപ്പിംഗ് ഫ്ലാഗ് ആൻഡ് mizzen mast
birds harshly hawking without fear. Discovery he sailed for was so near. These lines display that even the birds tried to defend the entry of Columbus. Birds circled flapping flag and mizzen mast. Circled means flying in circular motion. Flapping means agitatingly flying up and down. Hawking means hunting. In these lines, poet says that birds from the new land flapped around the flag and mizzenmast of the ship. Birds are harshly hawking without fear. The discovery Columbus dreamed for was so near. The discovery that he longed for so long was near him. ഈ വരികളിൽ പോയിട്ട് കൊളംബസ് എത്തിച്ചേർന്ന ആ പുതിയ ലാൻഡിലെ പക്ഷികൾ പോലും എങ്ങനെയാണ് കൊളംബസിൻ്റെ എൻട്രിയെ എതിർത്തത് എന്നാണ് പറയുന്നത്. കപ്പലുകളുടെ മുകളിൽ ഒരു പോസ്റ്റ് പോലെ നിൽക്കുന്ന ഒരു കോലുണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ ഫ്ലാഗ് ഉണ്ടായിരിക്കും, അതുപോലെ 3-4 കമ്പികളും വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് മിസൺ മസ്റ്റ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ കിളികൾ, ആ ഒരു ന്യൂ ലാൻഡിലെ ബേർഡ്സ്, അവർ ഈ കൊളംബസിൻ്റെ എൻട്രീനെ എതിർക്കാനായിട്ട് അവരുടെ ആ ഒരു പ്രതിഷേധം അറിയിക്കാനായിട്ട് അദ്ദേഹം വരുന്ന ആ കപ്പലിൻ്റെ ചുറ്റും, കപ്പലിൻ്റെ ആ ഒരു പോസ്റ്റിൻ്റെ, കപ്പലിൻ്റെ മുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ആ പോസ്റ്റിന് ചുറ്റും വട്ടമിട്ട് കറങ്ങി എന്നാണ് പറയുന്നത്. ഫ്ലാപ്പിംഗ് മീൻസ് അജിറ്റേറ്റഡ് ആയിട്ട്, ഭയങ്കര പാനിക്കായിട്ട് അവരിങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ഉയർന്നു പൊന്തിയിട്ട് പറന്നുകൊണ്ടേയിരുന്നു. ഹോക്കിംഗ് മീൻസ് പ്രേയിങ് എന്നാണ്, എര പിടിക്കുക. സോ ഇവിടെ ബേർഡ്സ് എര പിടിക്കുന്ന പോലെ അവരെ കൊത്തി കീറിയിട്ട് അവരെ ഓടിക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആ ഒരു കപ്പലിന് ചുറ്റും പേടിയില്ലാതെ പറന്നുകൊണ്ടേയിരുന്നു, വട്ടത്തിൽ പറന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ന്യൂലാൻഡിലെ കിളികൾ പോലും അത്രയും ദേഷ്യത്തോടെയും അമർഷത്തോടെയും അദ്ദേഹത്തിൻ്റെ വരവിനെ എതിർക്കുമ്പോൾ കൊളംബസിന് താൻ ഇത്ര നാളും സ്വപ്നം കണ്ട ആ ഡിസ്കവറി തൊട്ടടുത്തെത്തിയ സന്തോഷമായിരുന്നു. അദ്ദേഹം ഇത്ര നാളും ഒരു കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ, അതും ഒരു പുതിയ ലാൻഡ് കണ്ടെത്താനുള്ള കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും. സോ അത്രയും നാളായിട്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യത്തിനടുത്തെത്തിയ ആ ഒരു സന്തോഷത്തിലാണ് കൊളംബസ്. ബട്ട് അതിൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റായിട്ട് നേറ്റീവിലുള്ള കിളികൾ പോലും അദ്ദേഹത്തിൻ്റെ വരവിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. Columbus from his afterdeck watched the heights he hoped for, rocks he dreamed, rise solid from my simple water. Columbus is really excited about his new discovery. From his afterdeck, Columbus watched the heights and rocks he dreamed. The heights and rocks rise in his simple land, which shows that the new land is very simple and pure. കൊളംബസ് അദ്ദേഹത്തിൻ്റെ കപ്പലിൽ നിന്നുകൊണ്ട് താൻ ഇത്ര നാളായി ആഗ്രഹിച്ച, താൻ ഇത്ര നാളായി സ്വപ്നം കണ്ട ആ ഒരു ഹൈറ്റ്സും റോക്സും അദ്ദേഹം കണ്ടു. കൊളംബസ് ഇത്ര നാളായി സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ഹൈറ്റ്സും റോക്സും അദ്ദേഹം തൻ്റെ കൺമുന്നിൽ കണ്ടു. ഇവിടെ പോയിട്ട് പറയുന്നുണ്ട് റൈസ് സോളിഡ് ഫ്രം മൈ സിമ്പിൾ വാട്ടർ എന്ന്. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ആ ഒരു റോക്സും ഹൈറ്റ്സും അദ്ദേഹം കണ്ടു എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിട്ടിരിക്കുന്നത് എൻ്റെ സിമ്പിൾ വാട്ടറിൽ നിന്നാണെന്ന്. അദ്ദേഹത്തിൻ്റെ ലാൻഡ് അത്രയും പ്യുവറും അത്രയും സിമ്പിളും ആണെന്നാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Parrots screamed, soon he would touch our land, his chartered mind's desire. The blue sky blessed the morning with its fire. Parrots screamed in fear, as if they know something bad is going to happen. Soon, Columbus would touch the land he planned to conquer. Columbus might not do much damage to the new land, but soon the new discovery would reach Europe and many more boats would come, and they will destroy the natives' life. Despite this, the sun rose with full fire and the sky was blue. അപകടം എന്തോ വരാനുണ്ട് എന്ന പോലെ ന്യൂലാൻഡിലെ തത്തകളെല്ലാം പേടികൊണ്ട് നിലവിളിച്ചു.
ഉടനെ തന്നെ കൊളംബസ് താൻ ആഗ്രഹിച്ച, താൻ ഇത്ര നാളും ആയി പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു ലക്ഷ്യത്തിലെത്തും. കൊളംബസ് ആ ന്യൂ ലാൻഡിൽ വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയേക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഡിസ്കവറിയുടെ ന്യൂസ് ഉടനെ തന്നെ യൂറോപ്പിലെത്തുകയും അവിടെ നിന്ന് കൂടുതൽ കപ്പലുകൾ ഈ പുതിയ ലാൻഡിലേക്ക് വരികയും ചെയ്യും. അവർ ഈ പുതിയ ലാൻഡ് പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ഇവിടുത്തെ നാറ്റീവ്സിൻ്റെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യും. ഉടൻ തന്നെ കൊളംബസും അദ്ദേഹത്തിൻ്റെ കപ്പലും ഈ ന്യൂ ലാൻഡിൽ എത്തിച്ചേരും. അതോടുകൂടെ അവിടുത്തെ ആളുകളുടെ ജീവിതം തലകീഴായി മറിയും. നേറ്റീവ്സിൻ്റെ ജീവിതത്തിലെ പ്രകാശം എന്നേക്കായി അണയാൻ പോവുകയാണെങ്കിലും അന്നും അവിടുത്തെ മോർണിംഗ് വളരെ പ്രകാശമുള്ളതായിരുന്നു. കാർമേഘങ്ങളില്ലാത്ത നീലാകാശമായിരുന്നു അന്നവിടെ. But did his vision fashion as he watched the shore, the slaughter that his soldiers furthered here? Pike point and musket butt, hot splintered courage, bones cracked with bullet shot, tip black boot in my belly, the whip's uncurled desire. Pike point means the sharp tip of a spear, കുന്തത്തിൻ്റെ തലപ്പ്. Musket butt means the thick end of the handle of a gun. ഗണ്ണിൻ്റെ പിറകുവശത്തുള്ള ആ ഒരു തിക്കായിട്ടുള്ള ഭാഗം, ആ പിടിയുടെ ഭാഗത്തുള്ള ആ തിക്കായിട്ടുള്ള ഭാഗത്തിനെയാണ് മസ്കറ്റ് ബട്ട് എന്ന് പറയുന്നത്. സ്പ്ലിൻറ്റർ മീൻസ് ബ്രേക്ക്. സ്പ്ലിൻറ്റർ കറേജ് മീൻസ് ബ്രേക്ക് their courage. Here the narrator asks, did Columbus ever imagine about the future that his discovery would bring when he took the information back to Europe? Did he imagine that Europe would change the face of this new land, that there would be so much pain and loss? The narrator continues to ask, did Columbus ever imagine that the pike point and musket butt would break the natives' courage, and the natives' bone would crack with the bullet shot, and the black boot would smash their belly? ഈ വരികളിൽ പോയിട്ട് കൊളംബസിനോട് ചോദിക്കുകയാണ്, താങ്കൾ ഈ ഒരു വലിയ ഡിസ്കവറി നടത്തുമ്പോൾ, ഈ ഡിസ്കവറിയെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഡിസ്കവറി വഴി ഇവിടുത്തെ ലാൻഡിലുണ്ടാകാൻ പോകുന്ന നരഹത്യയെക്കുറിച്ച്, കൂട്ടക്കൊലയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോയിട്ട് കൊളംബസിനോട് ചോദിക്കുകയാണ്. താങ്കളുടെ കൂടെയുള്ള പട്ടാളക്കാർ ഇവിടെ കൂട്ടക്കൊല നടത്തുമെന്നും കുന്തങ്ങളും തോക്കുകളും ഇവിടെയുള്ള ആളുകളുടെ ധൈര്യത്തെ ഇല്ലാതെയാക്കുമെന്നും തോക്കുകൾ ഇവിടുത്തെ നേറ്റീവ്സിൻ്റെ എല്ലുകൾ തകർക്കുമെന്നും പട്ടാളക്കാരുടെ കറുത്ത ബൂട്ട് ഇവിടെയുള്ള നേറ്റീവ്സിൻ്റെ വയറിൽ ഇടിച്ചു കയറുമെന്നും താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോയിട്ട് കൊളംബസിനോട് ചോദിക്കുകയാണ്. Columbus from his afterdeck saw bearded fig trees, yellow pouis blazed like pollen and thin waterfalls suspended in green as his eyes climbed towards the highest ridges where our farms were hidden. Fig tree means അത്തിമരം. ബേഡഡ് ഫിഗ് ട്രീ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പേരാല് പോലെ വേരുകൾ തൂങ്ങിക്കിടക്കുന്ന അത്തിമരത്തെയാണ്. Pouis blaze like pollen and thin. Here, pouis is a Caribbean tropical American tree with trumpet-shaped flowers. യെല്ലോ കളറിൽ ഇതുപോലെ നിറയെ പൂക്കളുള്ള ഒരു മരത്തിനെയാണ് pouis എന്ന് പറയുന്നത്. Blazed means burn brightly. Ridges means mountain. In these lines, the poet says that Columbus from his afterdeck saw bearded fig trees, yellow pouis blaze like pollen and thin, and waterfalls suspended in the green. His eyes even reached the highest ridges where the natives' farms were hidden. ഈ വരികളിൽ പോയിട്ട് കൊളംബസ് തൻ്റെ കപ്പലിൽ നിന്നുകൊണ്ട് നേറ്റീവ് ലാൻഡിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. കൊളംബസ് ആ പുതിയ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വലിയ ശിഖരങ്ങളുള്ള നിറയെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്തിമരം കണ്ടു. അതുപോലെ നിറയെ മഞ്ഞ പൂക്കളുള്ള pouis ട്രീസ് കണ്ടു.
പച്ചപ്പ് നിറഞ്ഞ ആ പ്രദേശത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ടായിരുന്നു. അത് കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ നാട്ടിലുള്ള വലിയ വലിയ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ ഈ നേറ്റീവ്സ് രഹസ്യമായി നട്ടു വളർത്തിയിരുന്ന അവരുടെ ഫാംസും കൊളംബസ് കണ്ടു. കൊളംബസിന് താൻ പുതുതായി എത്തിച്ചേർന്ന ആ ഒരു പ്രദേശത്തെ വളരെ വ്യക്തമായി കാണാൻ സാധിച്ചു. Now he was sure. He heard soft voices mocking in the leaves. What did this journey means? This new world mean? Discovery or a return to terrors he had sailed from? Not before I watched him pause. As Columbus' ships reached the new land, he heard soft voices in the leaves. Columbus heard voices in a language he does not know from the new land. When Columbus heard some strange noises from this new land, he paused for a moment. Columbus wondered if the people here are like the people in Europe. Did he discover a new world or did he find a new Europe? He pauses, wondering if he should continue on. കൊളംബസിൻ്റെ കപ്പൽ ആ പുതിയ ലാൻഡിൻ്റെ തീരത്ത് അടുക്കാറായപ്പോൾ കൊളംബസ് ചില സ്ട്രേഞ്ചായ ചില ശബ്ദങ്ങൾ കേട്ടു. ആ നാട്ടിലെ ആളുകളുടെ ശബ്ദമെന്ന് തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അറിയാത്ത ഭാഷയിൽ ചില ശബ്ദങ്ങൾ കേട്ടു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഇത് പുതിയ ഒരു വേൾഡാണോ? അതോ താൻ വരുന്ന യൂറോപ്പ് പോലെയുള്ള ഒരു സ്ഥലമാണ്? യൂറോപ്പിൽ കണ്ടിട്ടുള്ള ക്രൂവൽറ്റി അതുപോലെ ടെറിബിൾ തിങ്സൊക്കെ ഇവിടെയും ഉണ്ടാവുമോ? എങ്ങനത്തെ ഒരു ലാൻഡ് ആയിരിക്കും ഇതിൽ ഇനി പുതിയ പ്രശ്നങ്ങളിലേക്കാണോ താൻ പോകുന്നത് എന്നുള്ള ആ ഒരു തോട്ടിൽ അദ്ദേഹം ഒരു മൊമെൻ്റ് അവിടെ നിന്ന് പോവുകയാണ്. ഒരു മൊമെൻ്റ് അദ്ദേഹം പോസ് ആയതുപോലെ പോയറ്റിന് തോന്നുകയാണ്. Then he was splashing silence. Crabs snapped their claws and scattered as he walked towards our shore. Columbus continued his movement. The crabs are the last line of natural defense, and Columbus walks right past them onto the shore, a beginning for Europe but the ending of Native America. കൊളംബസിൻ്റെ കപ്പൽ ആ തീരത്തോടടുക്കുന്നതോടുകൂടെ ആ തീരം മൊത്തം, ആ പുതിയ ലാൻഡ് മൊത്തം ആകെ സൈലൻസിലേക്ക് മാറുകയാണ്. അങ്ങനെ കൊളംബസ് ആ തീരത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവിനെ എതിർക്കുന്ന രീതിയിൽ നേച്ചറിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഡിഫെൻസ് എന്ന രീതിയിൽ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പാരറ്റ്സ് അവിടെ സ്ക്രീം ചെയ്യുന്നുണ്ട്, പക്ഷികൾ അദ്ദേഹത്തിന് ചുറ്റും പറക്കുന്നുണ്ട്, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ ഒരു ഡിഫെൻസ് എന്ന നിലയ്ക്ക് ആ തീരത്തെ ഞണ്ടുകൾ അദ്ദേഹത്തിന് നേരെ വരികയാണ്. അതിൻ്റെ കൈകൾ രണ്ടും കൂട്ടി ഉരുമി പല്ലുകൾ കടിച്ച് അദ്ദേഹത്തിന് നേരെ അവരെ എതിർക്കാനായിട്ട്, അവരുടെ ഈ ഒരു വരവിനെ എതിർക്കാനായിട്ട് അവർക്ക് നേരെ ചെല്ലുകയാണ്. പക്ഷേ ആ ക്രാബുകളെയൊന്നും ശ്രദ്ധിക്കാതെ കൊളംബസും തൻ്റെ കൂട്ടാളികളും അവരെയൊക്കെ മറികടന്ന് ആ പുതിയ ലാൻഡിലേക്ക് കടന്നു. അത് യൂറോപ്പിനൊരു പുതിയ തുടക്കവും നേറ്റീവ് അമേരിക്കയുടെ അവസാനവുമായിരുന്നു.